10 गोली मारा, एक भी नहीं लगा. കൃഷ്ണൻകുട്ടി സർ, ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടികെട്ടിയ വടി, ബോർഡ്, ആൾരൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ആ ബെസ്റ്റ്. ऊपर करके रेंज की ഗൺ എയിം ചെയ്യുന്ന പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. മലയും കോപ്പും ഒക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും. ബി ഇൻ യുവർ പൊസിഷൻ. എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിട്ട, ഏകാഗ്രത, മനസാന്നിധ്യം, ഇതൊക്കെയാണ് പ്രധാനം. മനസ്സിലായോ? ക്യാമ്പിലേക്ക് പാല് കടന്ന് കൊടുക്കാൻ മനസ്സിലായല്ലേ? അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിനും മനസാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന്റെ രക്ഷാകവചം. ഏത് പ്രതിസന്ധിയിലും ധൈര്യം കൈവിടരുത്. എല്ലാരും ഇതുപോലെ എന്തെങ്കിലും നോക്കൂ പ്ലീസ്. എന്റെ പിന്നാലെ തന്നെ വരുന്നേ. ആ പശുവിനെ പിടിച്ചിട്ടോ. താനെന്താ പശുവിനെ കൊണ്ട് കബഡി കളിപ്പിക്കാം? ഇവിടുത്തെ ബിസിനസ് നമുക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷ്മി. നിന്റെ പശുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ. വാ മോളെ വാ വാ. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ലക്ഷ്മിക്കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല. നിങ്ങൾ അതിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ട്. ആ വാ വാ വാ, കെട്ടാം കെട്ടാം. സാർ, സാർ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ആഹാ, എന്നാ അവിടെ കട. പശുവിനെ പേടിച്ചിങ്ങനെ ഓർഡർ പട്ടാളാണെങ്കിൽ അതിർത്തിയിൽ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ, അല്ലേ ലക്ഷ്മിക്കുട്ടി? सौ साल पहले मुझे तुमसे प्यार था. 100 साल पहले मुझे तुमसे प्यार था. 100 साल पहले मुझे तुमसे प्यार था. मुझे तुमसे प्यार था. 100 साल പട്ടാള പട്ടികളെ ആരാണ് അവിടെ ഓലിയിടുന്നത്? ചെറ്റൻ താറയാണ് അപ്പുറത്ത്. ഗായകൻ വെട്ടത്തോട്ട് ഇറങ്ങി വാടാ. ഇറങ്ങി വരില്ലേടാ ഗായക. വേണ്ട, അവിടെ തന്നെ നിന്നോ. ഈ കുമാരന് ഉന്നം ഉണ്ടോന്ന് കാണിച്ചു തരാം. പെണ്ണുങ്ങൾക്ക് മാനം മര്യാദ ജീവിക്കാൻ സാധിക്കില്ലെന്ന് വെച്ചാ ഇറങ്ങി വാടാ ചെറ്റ ഗായക മോനെ. എടീ, നീ എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യരുത് കേട്ടോ. നീ വളരെ ഇന്ന് എനിക്ക് രണ്ടിലോ എന്നറിയണം. എടാ പട്ടാള പട്ടികളെ, ഞാൻ ഇത് കൂടി ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ലാസ്റ്റ് ബോൾ. എന്താ നുഴഞ്ഞു കയറാൻ പഠിപ്പിക്കേ? നുഴഞ്ഞു കയറാൻ ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളും. ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കണം മോനെ, കരളുപാടി പോവും. ഇതിനൊക്കെയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന ശാസ്ത്രം. നിങ്ങൾ അവിടെ വന്നിട്ട് കുറെ നേരമായിരുന്നു? എവിടെ? അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ. അന്ന് ഞങ്ങളെ കണ്ടില്ലേ? അപ്പൊ ഒന്നുള്ളൂ. എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ചുമ്മാ. എന്നാ ഞാൻ പോട്ടെ. കാലത്ത് നേരത്തെ നീക്കണ്ടേ? PT ഉണ്ട്. 100 साल पहले मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. सदियों से तुझसे मिलने
पिया बेकरार था पिया बेकरार था ആ ഗുളികൻ പണിക്കരെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ജാതകം നോക്കി അച്ഛനെ ഉപദേശിച്ചിരിക്കാം. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കാൻ ഈ കുമാരേട്ടനേ ഉള്ളൂ. അതിനായി കുതന്ത്രം. മുട്ടയുടെ കാശ് പോവോ ചേച്ചി? ചുമടല്ലേ കണ്ടു കുഴപ്പമായി ബാക്കിലേക്ക് കിട്ടോ ഓടണോ വേണ്ട 1 2 3 4 വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ ജോഗിന് ഇറങ്ങിയപ്പോ ജസ്റ്റ് വഴി പാസ് ചെയ്താ. നിങ്ങളെവിടെ? ഞങ്ങളും ജോഗ് ചെയ്ത് അറിയാതെ ഈ വഴിയായിപ്പോയി. ഓക്കെ ഓക്കെ. ഇങ്ങേർക്ക് ഇങ്ങനൊരു അസുഖമൊന്നും ഇല്ലായിരുന്നല്ലോ. നാട്ടുകാർ ഇടി മേടിച്ചവരൊന്നും ഉറപ്പാ. ഏതവനാടാ എന്റെ വീടിന് ചുറ്റും ഒലിപ്പിച്ച് കിടക്കുന്നത്? ഓ ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയോ? ഇല്ലടി, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നേര് പറയടി, ആരാടി നിന്നെ കാണാൻ കൊച്ചുവെളുപ്പം കാലത്ത് പതുങ്ങി വന്നത്? അതോ രാത്രി നീ ഇവിടെ കിടത്തി ഒളിപ്പിച്ചവനോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഓ, ഞാൻ പറയുന്നതിനേ കുഴപ്പമുള്ളൂ. നിന്നെ കഴിഞ്ഞാടി നടക്കാം. ഞാൻ വിറ്റയപ്പോ നീ ആ ജോത്സ്യം പണിക്കരോട് ശൃംഗരിക്കാൻ പോയില്ലടി ശീലാവതി. ഓ എന്റെ മനുഷ്യ, ഈ കുട്ടികളെ ഓർത്തെങ്കിലും ഒന്ന് ഈ മിണ്ടാണ്ടിരിക്കും. പിള്ളേരെ ഓർത്താണ് ഞാൻ നിന്നെ നിലത്തിട്ട് ചവിട്ടി അരക്കാത്ത ആസത്തെ. ആ പണിക്കരെ കാണാൻ പോയത് സത്യ. അതെ, നിങ്ങളുടെ തലവര നേരെ ഒന്ന് പ്രശ്നം വെപ്പിക്കാൻ. നിന്റെ തൊലവര നിന്റെ നേരെ വീട്ടിൽ അടയ്ക്ക. അത് തന്നെ കൂടാത്തണം. മനസ്സിലായി. എന്റെ തല പൊട്ടി തെറിപ്പിച്ച് നിനക്കും ആ പുളുന്താൻ പണിക്കർക്കും കൂടി ഇവിടെ സുഖമായി കഴിയാൻ അവൻ ചെയ്ത കൂടോത്രമല്ലേ ഇത്? അയ്യോ പോട്ടെ. ഉടുത്തൊരുങ്ങി ദേവമാണ് ബാഗം തൂക്കി മഹിളാ രത്നം. എവക്കൊണ്ടടി രഹസ്യക്കാരോ അല്ലത് നിന്റെ ബാക്കി വിത്തല്ലേ? ദേ മനുഷ്യ, എന്നെ എന്ത് വേണേലും പറഞ്ഞു. അവളെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഓ, അനിയത്തെ പറഞ്ഞപ്പോ അവക്കങ്ങ് കൊണ്ടു. രാവിലെ പിന്നെ അവള് തെണ്ട ഇറങ്ങുന്നത് എന്തിനാടി? ഓ നിങ്ങളുടെ നാക്ക് പുഴുത്തു പോയി. അവള് തെണ്ടാൻ ഇറങ്ങണോണ്ടാ ഞാനും എന്റെ പിള്ളേരും പട്ടിണി കൂടാണ്ട് ഇവിടെ കഴിയണത്. ഒരു സർക്കാർ ജോലിക്കാരൻ അതെ. കുടിച്ച് കൂത്താടിയുള്ള ജോലിയും കളഞ്ഞ് കാശിന് ഗുണമില്ലാണ്ടായി. അതും പോരാഞ്ഞ് ബോധമില്ലാണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ എന്ത് ചെയ്യടി? മൂക്കി കയറ്റിക്കളയോ? എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഞാൻ കുടിക്കും പെടുക്കും. നീ ആരടി ചോദിക്കാൻ? ആ സത്യം പറയടി, നീ കൂടെ ചേർന്ന് നടത്തിയ കൂടോത്രം അല്ലേടി ഇത്? ഇന്നത്തോടെ അവന്റെ കവടി നിരത്തി ഞാൻ നിർത്തും. വ്യാഴം മറിഞ്ഞിരിക്കാണ്. രോഗപ്രശ്ന. സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ. ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന എന്റെ കണ്ടകശനി ഞാൻ കാണിച്ചനോട്. എന്താ കുമാരേട്ടത്? കോഴിമുട്ടെ കൂടോത്രം ചെയ്യല്ലേടോ? ഭഗവതി, എനിക്ക് അങ്ങനെ ഒരു വക അറിയില്ല. നന്നായിട്ട് വരയ്ക്കും അല്ലേ? എനിക്ക് വരയ്ക്കാനും അറിയില്ല. ചെയ്തതും പറഞ്ഞു നുണയും പറയുന്നോ? ഒരു മുട്ട കൊണ്ടൊന്നും തിരക്കുന്ന തലയല്ലടോ ഈ കുമാരൻ്റെത്. ഉപ്പേ
അയ്യോ ഇതുപോലൊരെണ്ണം ഉണ്ടായിട്ടു. പെൺപിള്ള, ഈ ജോത്സ്യർ എന്നത് അടക്കി നിർത്തിക്കോണം. പേരിലൊരു കൃഷ്ണൻ ഉണ്ടെന്ന് കരുതി 16,000 കെട്ടാനാണ് പൂതിയെങ്കിൽ ഇവന്റെ കവടി ഞാൻ ആ കണ്ടത് നന്നായി. ഞാൻ ആഫീസിൽ പറഞ്ഞിട്ടിരിക്കായിരുന്നു, കുട്ടിക്ക് മണിയാടുണ്ട്. പിന്നെ 2-3 ആഴ്ച മുമ്പ് അയച്ചതാ, പഴയ അഡ്രസ്സിൽ തന്നെ. പതിവ് പോലെ അവിടുന്ന് റീഡയറക്ട് ചെയ്തിരിക്കുക. വേണ്ടാന്ന് പറഞ്ഞ് മടക്കാന്ന് വെച്ചാ അയക്കുന്ന ആളിന്റെ അഡ്രസ്സും അറിയില്ലല്ലോ. ഔദാര്യം കൊണ്ടാണെന്ന് കരുതണ്ട, അവകാശപ്പെട്ടതാണെന്ന് കരുതി ഒപ്പിട്ടുള്ളൂ. അഡ്രസ്സിന് പകരം പഴയ പല്ലവി തന്നെ. ഗോഡ് ബ്ലസ് യു. വരട്ടെ. ശരി. ഹലോ, ഒന്ന് നിന്നേ. എന്താ? അപ്പൊ പട്ടാളക്കാരെ കുറിച്ച് മൊയ്തു പിലാക്കണ്ടി പറഞ്ഞ നേരാണല്ലേ? എന്ത്? സ്ത്രീലമ്പടന്മാരാണെന്ന്. അയ്യോ അല്ല. പിന്നെ പെണ്ണുങ്ങൾ ഡ്രസ് മാറുന്ന ഒളിഞ്ഞു നോക്കിയതോ? അയ്യേ, ഒളിഞ്ഞു നോക്കിയേ? ഞാനോ? കുട്ടിക്ക് ആള് തെറ്റിയതാവും. പച്ച ഫുൾ സ്ലീവ് ടീഷർട്ട്, കറുത്ത ജീൻസ്. എന്നിട്ട് ഞാൻ നിലവിളിച്ചപ്പോ മതിൽ ചാടി ക്യാമ്പിലേക്ക് ഓടി. ഇനി കൂടുതൽ തെളിവ് വേണോ? സത്യമായിട്ട് ഞാൻ കുട്ടി ഡ്രസ്സ് മാറുന്നത് നോക്കിയതല്ല. പാട്ട് കേട്ടപ്പോ കുട്ടി ആരാന്നറിയാൻ, പാടുന്ന ആരാന്നറിയാൻ വേണ്ടി നോക്കിയതാ, അല്ലാതെ. ആ മതി മതി, നോണ പറഞ്ഞ് കഷ്ടപ്പെടണ്ട. അയ്യോ, കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കുക? സത്യമായിട്ടും പാട്ട് നന്നായിരുന്നു. പാടുന്ന ആരാന്ന് അറിയാനുള്ള ആകാംക്ഷയോട് നോക്കിപ്പോയതാ. ഞാൻ നുണ പറയില്ല. യുനോ ഐ എം എ മേജർ. അതെന്താ മേജർമാർക്ക് നോണ പറഞ്ഞൂടെ? ശരി ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷേ പകരം എനിക്ക് കുറച്ച് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തായിരുന്നു. അയ്യോ, ഞാനിവിടുത്തെ RD ഏജന്റാ. കുട്ടി അതിന് എനിക്ക് ഇവിടെ അധികം പരിചയക്കാരൊന്നും ആയിട്ടില്ല. പുറമേന്ന് വേണ്ട, ക്യാമ്പിലെ മുഴുവൻ പട്ടാളക്കാരും ചേർത്ത് തന്നാ മതി. നോക്കൂ കുട്ടി, ഞാൻ അവരുമായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. ഓഹോ. ഞാനും മാധവട്ടനും മെന്നിയും മാത്രമേ ആർമിയിൽ നിന്ന് നേരിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് CRPF മറ്റു ഫോഴ്സിൽ നിന്നൊക്കെ ഡെപ്യൂട്ടേഷനിൽ വന്നവരാ. മാത്രമല്ല ഞാൻ അവരുടെ കമാൻഡന്റ് അല്ലേ. ഞാൻ എങ്ങനെയാ അവരോട്? സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഓക്കെ. സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരുമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടി ഒരു സഹായം ചോദിച്ചാ സന്തോഷമുള്ളൂ. ഒരു കാര്യം ചെയ്യ്, സൗകര്യം പോലെ ക്യാമ്പിലേക്ക് വന്നോളൂ. പിന്നെ മുഴുവൻ പേരെയും ചേർക്കാൻ പറയരുത്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു 4-5 പേരെ അവിടെ ഉള്ളൂ, അവരെ ചേർക്കാം. അപ്പൊ ശരി, ഓക്കെ, ശുക്രിയ. Hey, go fast. Come on, go. Hey, ജൽദി യാർ. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ, അല്ലാണ്ട് എന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളുണ്ടേനും. അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ലക്ഷ്മിക്ക് പുല്ല് തിന്നാൻ ഒരു മടി, ദഹനക്കേട് ഉണ്ട് തോന്നുന്നു. കറവ കഴിഞ്ഞ് എവിടെ കിടന്ന് കറക്കരുത് പറഞ്ഞിട്ടില്ല എന്നോട്? ഓ, അതന്നെ ഞാനും ആലോചിക്കണം. സാബ് അന്വേഷിക്കണ്ടേ? പോയിക്കോളൂ, ഞാൻ വന്നോളാം. മേ കമിൻ സാർ? യെസ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ രാജസ്ഥാൻ ക്യാമ്പിലായിരുന്നപ്പോൾ അവിടെ ഒരു വറീതേട്ടനുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ, കേണലിന്റെ ഓർഡറിലായിട്ട്. നമ്മുടെ മാധവേട്ടനെ പോലെ. മാധവേട്ടന് പിന്നെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാന്ന് വെക്കാം. വറീതേട്ടന്റെ സ്ഥിതി അതല്ല. വളരെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ ചെയ്യുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു. 6 കുട്ടികളും ഉണ്ട്. പക്ഷെ ആ വിചാരം വല്ല മൂപ്പർക്കുണ്ടോ? കിട്ടുന്നത് മുഴുവൻ കുടിച്ചു നോക്കും. മനുഷ്യന്റെ കാര്യം ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ. ഒരു ദിവസം കുളിമുറിയിൽ കാല് തെറ്റി ഒറ്റ വീഴ്ച, നടുവിനായിരുന്നു ഇഞ്ചുറി. പെട്ടെന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. പാവം വറീതേട്ടൻ ആ കിടപ്പ് കുറെ കാലം കിടന്നു, മറ്റും മരിച്ചു. പിരിയുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വിട്ടാൽ മാത്രമേ തികഞ്ഞുള്ളൂ. പട്ടിണിയും പരിവട്ടായിട്ട് ആ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് കഴിയുന്നേ. ഞാനിപ്പോ ഇതോടെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? കുളിക്കാൻ പോകുമ്പോ വീഴാതെ സൂക്ഷിക്കണമെന്നല്ലേ സാർ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നല്ലേ സാർ? ഷട്ട് അപ്പ് ബ്ലഡി ഫൂൾ. നമ്മളിങ്ങനെ നാടും വീടും വിട്ട് അലയുന്നവരാ. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ പട്ടാളക്കാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ. കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് ചെലവാക്കും. ഇനി അത് പാടില്ല. അല്പസ്വല്പം സമ്പാദ്യശീലങ്ങളൊക്കെ ആകാം പട്ടാളക്കാർക്ക്. ആ കുട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ചേർക്കാന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റ് അത്രേ. ചെറിയഭിഷേകം നടത്തുന്ന ആ വൃത്തികെട്ടവന്റെ വീട്ടിലെ കുട്ടിയല്ലേ സാർ? ചേച്ചേ, അയാൾ അത്രക്കാരനാണെങ്കിലും ആ കുട്ടി പാവാ. ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ വെച്ചാൽ കണ്ടത്. അയാൾ പറഞ്ഞ അസഭ്യങ്ങൾക്കൊക്കെ ആ കുട്ടി എന്നോട് ഒരുപാട് മാപ്പി ചോദിക്കുകയും ചെയ്തു.
പിന്നെ ഡെപ്പോസിറ്റ് പിടിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്താ ഇവര് മൂന്നുപേരും ചേരും സാർ. താനും ചേരണം. നിങ്ങളെല്ലാം കണ്ടോണ്ടാ ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തത്. സമ്പാദ്യശീലം അത്ര മോശം കാര്യമൊന്നുമല്ലോ. ഞാൻ ആ കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വരും. പൊക്കോളൂ. എന്റെ കാശൊന്നുമില്ല. ഇങ്ങേർക്ക് അസുഖം മറ്റു തന്നെയാണ്. എന്തോന്ന്? പ്രേമം. കാലം തെറ്റി പെയ്യുന്ന മഴ പോലെ പ്രണയം പൊടിഞ്ഞു തുടങ്ങി. ഒന്ന് പോടാടുന്നു. നിനക്കറിയില്ല പട്ടാഭി സാറിനെ. നല്ല ആപ്പിള് പോലത്തെ കാശ്മീരി പിള്ളേർ എത്ര പുറകെ നടന്നറിയോ അങ്ങനെയൊന്ന് വീഴ്ത്താൻ. എന്നിട്ട് വീഴാത്ത ആളെ ഈ കുഗ്രാമത്തിലെ പെണ്ണിന്റെ പുറകെ.